ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിശേഷം എമ്പുരാനാണ്. എത്ര പറഞ്ഞാലും മതിയാവാത്ത എന്നും നമ്മുടെ ലൈഫിൽ ഇപ്പോൾ സിനിമ ഇറങ്ങുന്ന വരെ എല്ലാ ദിവസവും ഒരു ഒരു സിനിമയെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് എന്നെ സംബന്ധിച്ചുള്ള എമ്പുരാനാണ്. അപ്പം ഇതിന്റെ പ്രത്യേകത നമുക്കറിയാം. നമ്മൾ ലൂസിഫറിന്റെ രണ്ടാം ഭാഗം മലയാളത്തിലെ എക്കാലത്തെയും അല്ലെങ്കിൽ ഇതുവരെ ഇറങ്ങിയ ഏറ്റവും വലിയ സിനിമ. ലാലേട്ടൻ, അങ്ങനെ ഒരുപാട് പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ. കൂടുതലായിട്ട് അതിനെ പറ്റി സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അത്രത്തോളം പ്രിയപ്പെട്ടതും മോഹൻലാൽ ഫാൻസിന് മാത്രമല്ല, ഒരു ഇൻഡസ്ട്രി മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയുള്ള എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ് എമ്പുരാൻ. കാരണം പ്രഭാസ് പ്രശാന്ത് നീലും ഒക്കെ ഇരുന്നിട്ട് സലാറിന്റെ ഇന്റർവ്യൂ ടൈമിൽ പറഞ്ഞ ഓർമ്മ ഉണ്ട് എനിക്ക് ഇപ്പോഴും. പ്രഭാസ് ലൂസിഫറിനെ പറ്റി പറഞ്ഞതും അടുത്ത സിനിമയെ പറ്റി ഞാൻ വെയിറ്റ് ചെയ്യാൻ പ്രഭാസ് എന്ന് പറഞ്ഞ ആക്ടർ വരെ സംസാരിച്ചത് ഓർമ്മ കേട്ടിട്ടുണ്ട് ഞാൻ. അങ്ങനെയുള്ള ഒരു സിനിമയെ കുറിച്ച് എനിക്കറിയാം. നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ ഒരു തരത്തില് ഓവർ എക്സ്പ്രഷൻ കൊടുക്കലല്ലേ എന്ന് ചില കമന്റും കാണാറുണ്ട്. നമുക്ക് പോലും അതിനെപ്പറ്റി അറിയാം. അത് ഒരു ഓവർ ഹൈപ്പ് കൊടുക്കുന്ന പരിപാടിയാണ്. ബട്ട് ഞാൻ എപ്പോഴും എമ്പുരാന്റെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഈ സിനിമയ്ക്ക് ഇനി എന്ത് ഹൈപ്പ് കൊടുത്താലും അത് മീറ്റ് ചെയ്യുന്നുള്ള ഒരു കോൺഫിഡൻസ്, അതാണ് ഇങ്ങനത്തെ വീഡിയോസ് ഞാൻ ചെയ്യാനുള്ള കാരണം. ഭയങ്കര ഹൈപ്പിൽ പ്രതീക്ഷിക്കും. കാരണം ചില സിനിമകൾ അങ്ങനെയാണ്, നമുക്കത് അറിയാം. അത് ഒരു പൊട്ടൻഷ്യൽ ആ ഡയറക്ടറുടെയും ആ ആക്ടറുടെയും അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്ഷന്റെയും എല്ലാത്തിനും ഒരു സ്റ്റോറി എടുത്ത് പറയണം. കാരണം ആ ഒരു സ്റ്റോറിക്ക് ലോകത്തിൽ ഏത് ലെവലിലേക്കും പോകാൻ പറ്റുന്നുള്ള ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട് എല്ലാം കൊണ്ടുള്ള ഒരു ഓവർ ഹൈപ്പ് തന്നെയാണ്, ഓവർ എക്സ്പെക്ടേഷൻ ആണ് എനിക്ക് എമ്പുരാനെ കുറിച്ച് എനിക്കുള്ളത്. സോ അതിനെക്കുറിച്ച് വരുന്ന ഓരോ ന്യൂസും ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ ഇടയ്ക്ക് ചില ആക്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് ഓരോന്ന് വീണ് കിട്ടുമ്പോൾ അത് നിങ്ങളായിട്ട് ഞാൻ എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്. അതേപോലെ ഇപ്പം ഇന്നലെ നമ്മുടെ ആക്ടർ നന്ദു ലൂസിഫറിൽ അഭിനയിച്ചിട്ടുണ്ട്, എമ്പുരാനിലുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഒന്ന് കിട്ടിയ കുറച്ച് മിനിറ്റുകൾ അത് നമുക്കൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. നമുക്കൊന്ന് ആദ്യം വീഡിയോ കാണാം, അദ്ദേഹം സംസാരിക്കുന്നത് കേൾക്കാം, എന്നിട്ട് അതിനെ കുറിച്ച് ബാക്കി സംസാരിക്കാം. നമുക്ക് കേൾക്കാൻ ആഗ്രഹമുള്ളത് എമ്പുരാന്റെ കഥകളാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഇന്റർവ്യൂല് കണ്ടു, 4 പേർക്ക് മാത്രമേ എമ്പുരാന്റെ കഥ അറിയുള്ളൂ എന്നുള്ളത്. അതിനകത്തൊരു ചെറിയ തെറ്റ് പറ്റും. 4 അല്ല 5 പേർക്ക് അറിയാം. ആരാണ് 5 പേരപ്പോ? 5 സുജിത് വാസുദേവ്, ക്യാമറ രാജുവേട്ടൻ, ലാലേട്ടൻ, പിന്നെ സുജിത്ത്, എഴുതിയ മുരളി, ഈ 5 പേരാണ്. അപ്പൊ ചേട്ടന് ഫുൾ സ്ക്രിപ്റ്റ് അല്ല. അറിയില്ല. ഇപ്പം ഷൂട്ടിംഗ് കഴിഞ്ഞില്ലേ, അപ്പൊ ഇപ്പം അതിന്റെ എഡിറ്റർക്ക് അറിയാമായിരിക്കും. പിന്നെ ഇപ്പൊ അസോസിയേറ്റ് വാവയ്ക്കൊക്കെ അറിയാമായിരിക്കും. അതൊരു കുറച്ചൊരു ഇതായിട്ട് പറഞ്ഞതാണ്. ശരിക്കും അതിന്റെ ഇൻ ആൻഡ് ഔട്ട് അറിയാവുന്ന 4-5 പേരേ ഉള്ളൂ. അതെ, പക്ഷെ ഡെഫിനറ്റ് ആയിട്ട് അസോസിയേറ്റ് ഡയറക്ടർ വാവയ്ക്കും, വാവ നജീബുദ്ദീൻ എന്നാണ് അസോസിയേറ്റ്. അപ്പൊ വാവയ്ക്ക് അറിയായിരിക്കും. പിന്നെ നിർമ്മലുണ്ട്, അപ്പൊ നിർമ്മലിന് അറിയായിരിക്കും. അപ്പൊ അങ്ങനെ ആൾക്കാർക്കൊക്കെ അറിയാം. പക്ഷെ ഇതിന്റെ ഒരു ഔട്ട്കം അറിയാവുന്ന ഏക വ്യക്തി ഒരാളേ ഉള്ളൂ, അത് പൃഥ്വിരാജ് മാത്രമാണ്. ഹൗ ഇറ്റ് വിൽ ബി എന്താവുന്ന ഇൻ ദ തിയേറ്റർ അത് ആയിരിക്കും. അപ്പൊ അതാണ് അതിന്റെ ഒരു. പിന്നെ അത് അങ്ങനെ നാട്ടുകാർക്ക് മുഴുവൻ പറയേണ്ട ഒരു ആവശ്യമില്ല. ഒരു കഥ എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും കോർ ടീം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. സിനിമ തിയേറ്ററിൽ വരുമ്പോൾ കണ്ട് ആസ്വദിക്കുക എന്നുള്ളതാണ്. നാട്ടുകാർക്ക് കഥ പറയേണ്ട കാര്യമില്ല. അത് പോകും തീർച്ചയായിട്ടും പോകും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറയുകയും ചെയ്തത്. കാര്യം എന്റെ അടുത്ത് ഇപ്പൊ അത് പറയാന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടെന്നേ ഞാൻ പറയുള്ളൂ. അല്ല, എനിക്ക് നമ്മുടെ ആ സീക്വൻസ് അറിയാം. എനിക്ക് നമ്മളിപ്പോ എന്താണ് ചെയ്യുന്നതെന്ന് അങ്ങനെ അറിയാതെ ചെയ്യാൻ നമുക്ക് അഭിനയിക്കാക്കൂലല്ലോ. അപ്പൊ നമുക്ക് എനിക്ക് കൂടുതലും മഞ്ജുവുമായിട്ടായിരുന്നു കോമ്പിനേഷൻ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ പിന്നെ സായി ആയിരുന്നു. അപ്പൊ നമ്മുടെ അത് എന്തൊക്കെയാണ് സംഭവങ്ങൾ, അതെങ്ങനെയൊക്കെ വരും എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ കൂടുതൽ ഇപ്പം അത് അതിനകത്ത് ഇപ്പം ശരിക്കും എഡിറ്ററുടെ ലാപ്ടോപ്പിൽ എല്ലാ സംഭവം ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ എനിക്ക് അതിനകത്ത് ഒരു സീനിട്ട് കാണിച്ചാന്ന് പറഞ്ഞാൽ എനിക്ക് കാണാൻ സാധിക്കും. എനിക്ക് ഇട്ട് കാണിച്ചു തരും. രാജു ഉടൻ വേണ്ടാന്ന് പറയില്ല. എനിക്ക് ഏത് സീനാണെങ്കിലും കാണാം. പക്ഷെ ഞാൻ ഒരു സീനുകളും കാണാനും ശ്രമിച്ചില്ല, ആഗ്രഹിച്ചില്ല, ചോദിച്ചില്ല. അതവിടെ കാണണം. കാര്യം ഓരോ സീനും ഓരോ മാസമാണ്. അതാണ് അതിനകത്ത് ഈ സിനിമയ്ക്കകത്ത് 1-2 മാസമല്ല, ഫുൾ സിനിമ മാസമാണ്. അതാണ് തീർച്ചയായിട്ടും ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഇപ്പം നമ്മൾ അങ്ങനെ ഈ ഓവർ എക്സ്പെക്ടേഷൻ കൊടുക്കാതെ വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അനുഭവം. നമ്മുടെ ഈ ഭയങ്കര എക്സ്പെക്ടേഷനോട് കൂടി പോകുന്നത് ചിലപ്പോൾ ദോഷം ചെയ്യുന്നുള്ളത് കൊണ്ട് ആരും അങ്ങനെ അധികമായിട്ട് പറയില്ല. പക്ഷെ ഇതിപ്പം നമ്മൾ എന്ത് പറഞ്ഞില്ലെങ്കിലും ആളെ എക്സ്പെക്ടേഷൻ ഉണ്ടാവും. കാര്യം ഒരു 1 ഹിറ്റിന്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പൊ ഡെഫിനറ്റ് ആയിട്ടും ആ എക്സ്പെക്ടേഷനോട് തന്നെ പോകും. അപ്പം
എക്സ്പെക്ടേഷൻ ജനത്തിന് ഉണ്ട് എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ അതിന്റെ മുകളിൽ കൊണ്ടുവരാൻ ആയിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. യെസ്, പൃഥ്വിരാജ് ആണ്. അപ്പം നമ്മൾ കുറച്ച് കൂടുതൽ എക്സ്പെക്ട് ചെയ്യും. ലാലേട്ടനാണ് കുറെ പുതിയ ക്യാരക്ടേഴ്സിനെ ഒരുപാട് പുതിയ ക്യാരക്ടേഴ്സ് ഒക്കെ വളരെ സർപ്രൈസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അയ്യോ ഹിറ്റപ്പോ ലൂസിഫറിൽ വർക്ക് ചെയ്തപ്പോഴും എനിക്കത് പറയാൻ മുട്ടിയിരിക്കണ്ട, എനിക്ക് മനസ്സിലായി. നമ്മൾ പറയില്ല എന്നാലും ഇല്ല. ലൂസിഫറിൽ വർക്ക് ചെയ്തപ്പോഴും എമ്പുരാനിൽ വർക്ക് ചെയ്തപ്പോഴും ഇതിൽ രണ്ടിലുണ്ടായ എന്തെങ്കിലും വ്യത്യാസം? ഇപ്പൊ ഒരു പൃഥ്വിരാജിനോട് ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു ഡയറക്ടറിനായിട്ടുള്ള ലൂസിഫർ ആണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് ഈ ഒരു ഇത്രയും വർഷത്തിന് ശേഷം എമ്പുരാൻ ചെയ്യുന്നു. ഈ രണ്ട് സെറ്റിലും ഉണ്ടായിരുന്ന വ്യത്യാസം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ആദ്യം നമുക്കൊന്ന് ഇതുവരെ ഉള്ളതിനെ പറ്റി സംസാരിക്കാം. നമുക്ക് പൃഥ്വിരാജ് എന്നുള്ള ഡയറക്ടറുള്ള വിശ്വാസം, അതിന്റെ കൂടെ ഈ സിനിമയുടെ വലിപ്പം നമുക്കറിയാം. അവരുടെ ഈ സിനിമ, അവരുടെ ക്രൂ, എസ്പെഷ്യലി പൃഥ്വിരാജ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യം ഇതൊരു ചെറിയ സിനിമ എന്ന് പറഞ്ഞ ആ ഒരു ലെവലില് അദ്ദേഹം എപ്പോഴും പറയുന്ന കാര്യം ഇതാണ്. കാരണം അദ്ദേഹത്തിന് അറിയണ്ടാവും എന്ത് ഓവർ എക്സ്പെക്ടേഷന്റെ പ്രശ്നങ്ങൾ. പക്ഷേ ഇപ്പൊ ഈ നന്ദു പറഞ്ഞ പോലെ ഇത് എത്ര ഇനി ആര് തള്ളിയില്ലെങ്കിലും ഇത് ജനങ്ങൾക്ക് അത് എപ്പോഴും ഓവർ എക്സ്പെക്ടേഷൻ ഉള്ള ഒരു മൂവി തന്നെയാണ്. എക്കാലത്തെ മലയാളത്തെ ഏറ്റവും ഓവർ എക്സ്പെക്ടേഷൻ ഉള്ള ഒരു മൂവി ഇത് തന്നെയാണ്. പൃഥ്വിരാജ് എല്ലാ സിനിമന്റെ ക്രൂ വന്നൊന്നും തള്ളേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെയുള്ള ആ ടൈമിന്റെ ഇടയ്ക്കാണ് നന്ദു എന്ന് പറഞ്ഞ ആക്ടർ പറഞ്ഞതിലുള്ള സീന് ഞാൻ നോട്ട് ചെയ്ത കാര്യം എന്താ വെച്ചാല് ഓരോ സീനും മാസമാണ്. കാരണം അത് എങ്ങനെ ആയിരിക്കും. കാരണം അദ്ദേഹം പറഞ്ഞത് ഈ സിനിമയിലെ 1-2 മാസമല്ല, ഓരോ സീനും മാസമാണ്. ലാസ്റ്റ് ഇറങ്ങിയ ജയിലറിലും നമ്മൾ ചില സിനിമകൾ നമുക്ക് കാണാം. അതായത് ഓരോ സീനും അത് ഒരു ഡയറക്ടറുടെ ഏറ്റവും വലിയ ബ്രില്യൻസും കാര്യങ്ങളും ആ സ്ക്രിപ്റ്റിന്റെ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനത്തെ സിനിമകൾ ഉണ്ടാവുള്ളൂ. ഇദ്ദേഹം എടുത്തു പറയാൻ എനിക്ക് ഏറ്റവും ഞാൻ നോട്ട് ചെയ്ത കാര്യം ഇതാണ്. ഇത് എല്ലാ സിനിമയിലും മാസമാണ്. കാരണം ആ ഒരു ഞാനിപ്പോ ചിന്തിക്കണം ഓരോ സീനിന്റെ എലിവേഷൻ എന്തായിരിക്കും, ലാലേട്ടനെ കാണിക്കുന്ന ഓരോ സീനും, എബ്രാം ഖുറൈഷിനെ കാണിക്കുന്ന ഓരോ സീനും ഏത് ലെവലിലായിരിക്കും എന്നുള്ള അത് സത്യം പറഞ്ഞാൽ ഇത്ര ഒരു സിനിമ കാണാൻ ആഗ്രഹിച്ചു നിന്ന വേറെ ഒരു സിനിമ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. സാധാരണ എല്ലാ സിനിമകളും പോലെ ആ സിനിമയുടെ സ്റ്റോറിയും കാര്യങ്ങളും, എംപുരാന്റെ സ്റ്റോറിയും കാര്യങ്ങളും ഒന്നും എല്ലാവർക്കും ഒന്നും അറിയില്ല. ആകെ കുറച്ച് ചുരുക്കം ആൾക്കാർക്കേ അറിയുള്ളൂ എംപുരാൻ എന്താണെന്നുള്ളത്, റിയൽ ആയിട്ടുള്ള അതിലെ സ്റ്റോറി എന്താണെന്നുള്ളത്. അതിന്റെ കൂടെ ഞാൻ പറഞ്ഞ വേറൊരു കാര്യം, അത് തിയേറ്ററിൽ എങ്ങനെ ഉണ്ടാവാന്ന് ഇപ്പോഴും പൃഥ്വിരാജിനെ അറിയുള്ളൂ. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ എനിക്കിപ്പം എഡിറ്റിംഗ് ഒക്കെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് കഴിഞ്ഞത് കൊണ്ട് ഏകദേശം എഡിറ്റർക്കും അറിയുന്നുണ്ടാവും. അത്ര സീക്രട്ട് ആയിട്ട് സർപ്രൈസുകൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് പൃഥ്വിരാജിന്റെ മനസ്സിലുള്ള ഏറ്റവും വലിയൊരു ബ്രഹ്മാണ്ഡ ചിത്രമാണ് എമ്പുരാൻ. അതുപോലെ അതിൽ അഭിനയിച്ചവർക്ക് പോലും അത് തിയേറ്ററിൽ പോയി കാണുമ്പോൾ മാത്രമാണ് എന്താണ് ആ സിനിമ എന്ന് അവർ മനസ്സിലാക്കാൻ പോകുന്നത്. സോ അങ്ങനെ വരുന്ന സിനിമയ്ക്ക് നമ്മൾ എത്ര പ്രതീക്ഷ വെച്ചാലും ഈ വീഡിയോ ചെയ്യുന്ന എന്നോ അല്ലെങ്കിൽ നമ്മള് സിനിമ ആസ്വാദകരോട് നമുക്ക് ആരും കുറ്റം പറയാൻ പറ്റില്ല. ആ സിനിമ അത് മീറ്റ് ചെയ്യുന്നുള്ള എല്ലാ വിശ്വാസവും ഉണ്ട്. ഇനി ഇതിന്റെ ശേഷം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മൾ അതിന്റെ ഒരു പ്രൊഡക്ഷനെ പറ്റിയിട്ട് നമുക്കതൊന്ന് കേട്ടു നോക്കാം. നിന്നും സെക്കൻഡ് പാർട്ടിലും എന്തെങ്കിലും ഇതിനകത്ത് കുറെ കൂടെ എക്യുപ്മെന്റ്സും കുറെ കൂടെ ആളുകളുടെ എണ്ണം ഒക്കെ കൂടി എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് എക്യുപ്മെന്റ് അതായത് ഇപ്പൊ അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്നത് സിദ്ധു പനക്കലാണ്. അപ്പൊ സിദ്ധു പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ലേറ്റസ്റ്റ് എക്യുപ്മെന്റ്സും ആ പടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പൊ ഗുജറാത്തിലൊക്കെ ഷൂട്ട് ചെയ്തത് ഒരു ദിവസത്തെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര എമൗണ്ടാണ്. 50-60 ലക്ഷമൊക്കെയാണ് ഒരു കാര്യം. തന്നെ വലിയ ക്രെയിൻ, ഈ ഇൻഡസ്ട്രിയൽ ക്രെയിൻ ഉണ്ട്, അത് ഇവിടെ ഇല്ലാത്ത ക്രെയിൻ ഉണ്ട്, എത്രയോ അടിപ്പൊക്കത്തിൽ പോകുന്നത്. ആ ക്രെയിനൊക്കെ 5 ക്രെയിനൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരേ ദിവസം. അതുകൂടാതെ അങ്ങനെ ഒരുപാട് എക്യുപ്മെന്റ്സ്, ഏറ്റവും ഹൈറ്റിൽ പോണ ജിബ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഇല്ല, അതൊക്കെ ബോംബെയിലും അവിടെയൊക്കെ ഉള്ളത്. ലേറ്റസ്റ്റ് സാധനം അവിടെയാണ് വരണത്. അത്തരം സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ക്യാമറ അത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ആ ക്യാമറയ്ക്ക് തന്നെ ഒരു ദിവസം 5 ലക്ഷം രൂപ 6 ലക്ഷം രൂപയാണ് വാടക ഒരു ദിവസം. ആ ക്യാമറ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വാട്ട് എവർ എക്യുപ്മെന്റ് അവൈലബിൾ ടെക്നോളജി യൂസ് ചെയ്തിട്ട് അപ്പം ഈ ഭാഗം, ഈ ഇന്റർവ്യൂവിന്റെ ഈ ലാസ്റ്റ് നമ്മൾ കണ്ട ഭാഗത്ത് നിന്ന് നമ്മളിപ്പോ നേരത്തെ ഞാൻ സംസാരിച്ച കാര്യങ്ങൾക്കൊക്കെ ഒരു മുതൽക്കൂട്ടുന്ന പോലത്തെ ഒരു കാര്യം. കാരണം നമ്മള് എമ്പുരാൻ ഏറ്റവും വലിയ സിനിമ ആയിട്ട് പ്രതീക്ഷിക്കുമ്പോൾ അതിനുള്ള ഒരു കാരണം തന്നെയാണ് ഈ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് അദ്ദേഹം പറഞ്ഞത്. ഏറ്റവും അതായത് ഡെയിലി 5 lakhs റെന്റുള്ള ക്യാമറ, ഏറ്റവും ലേറ്റസ്റ്റ് ക്യാമറ. ഈ ക്രെയിനിനെ പറ്റിയൊക്കെ സംസാരിക്കുന്ന കാരണം ഇന്ത്യയിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ആണ് ഈ സിനിമ ഒരുങ്ങുന്നത്. പൃഥ്വിരാജ് ഒരുക്കി വെച്ചിരിക്കുന്നത്. കാരണം ഷൂട്ടിംഗ് കഴിഞ്ഞ് എഡിറ്റിംഗിലാണ്, പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കാണ്. സോ അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞിരിക്കുകയാണ്.
അപ്പം ഇങ്ങനെയുള്ള ഒരു സിനിമയ്ക്ക് എന്തുകൊണ്ട് നമുക്ക് ഓവർ ഹൈപ്പോ ഓവർ പ്രതീക്ഷ കൊടുത്തുകൂടാ? ആലോചിച്ചു. കാരണം ഒരു പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് അവരെടുക്കുന്ന, ഞാൻ പറയുന്നത് ഗുജറാത്തിൽ ഒറ്റ ഡേ ഷൂട്ടിനാണ് 60 ലക്ഷം 50 ലക്ഷം ഒക്കെ സ്പെൻഡ് വരുന്നത്. ഇത്ര ഗംഭീരമായി എടുക്കുന്ന സിനിമ പണം ചെലവാക്കുന്നതുകൊണ്ട് മാത്രമല്ല, അത് എടുക്കുന്ന ആളും കൂടി ഉണ്ട്. പണം ബ്രഹ്മാണ്ഡ സിനിമ വന്നിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. പക്ഷെ അത് എടുക്കുന്ന ആള് വ്യത്യസ്തനായ ഒരാളാണ്. പൃഥ്വിരാജിനോടുള്ള വിശ്വാസം, എന്താണ് സ്പെൻഡ് ചെയ്യുന്നത് ആ സ്പെൻഡിനുള്ള മുതല് നമ്മൾ തിയേറ്ററിൽ കാണുന്നുള്ള അത്രയ്ക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് എനിക്ക് ഇത്ര അധികം പ്രതീക്ഷ ഉള്ളത്. സോ ഞാനിതിന് ഹൈപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സിനിമ ഇറങ്ങി അന്ന് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ അതിൽ നമുക്ക് എല്ലാവർക്കും നോക്കാം എന്താന്ന്. കാരണം ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നത്, നമ്മൾ എത്ര ഹൈപ്പിലും എത്ര എക്സ്പെക്ടേഷനിലും പോയാലും അത് മീറ്റ് ചെയ്യാൻ പാകത്തിലുള്ള സിനിമയാണ് പൃഥ്വിരാജ് സുകുമാരൻ നമ്മുടെ സ്വന്തം ലാലേട്ടനെ വെച്ച് ഒരുക്കുന്നത്. നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്യാം. 1-2-3 മാസമുള്ളിൽ ഇത് ഇറങ്ങാൻ. സോ അടുത്ത വീട്ടിൽ വീണ്ടും കാണാം. ബൈ.